ഹലോ, ആറാട്ടുപുഴയ്ക്കാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പൂരം കാണാനല്ല, പൂരം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണിന്ന്. അപ്പോൾ ആ ദിവസത്തെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ കാണാൻ പറ്റുക. കുറച്ചുകൂടി മുന്നേ വന്നാലാണ് ആറാട്ട് മുങ്ങണ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുക. പക്ഷെ ഞങ്ങൾ എത്തിയപ്പോൾ ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ആറാട്ട് മുങ്ങലൊക്കെ കഴിഞ്ഞ് ഉപചാരം ചൊല്ലിയതിന് ശേഷം തിരിച്ചു പോണ കാഴ്ചയാണ് ഈ കാണുന്നത്. തൃപ്രയാർ തേവരാണ് കേട്ടോ ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ശാസ്താവിനെ വണങ്ങി ഉപചാരം ചൊല്ലി പിരിഞ്ഞതിന് ശേഷം തിരിച്ച് തൃപ്രയാർക്ക് പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത്. പൂരം പോലെ തന്നെ ആഘോഷം തന്നെയാണ് കേട്ടോ ഈ തിരിച്ചു പോക്കും. ഈ പന്തലിൽ വെച്ചിട്ടാണ് അടുത്ത വർഷത്തെ പൂരം എന്നാന്നുള്ളത് അനൗൺസ് ചെയ്യുക. ഇത്ര നേരം പട്ടുകുട ചൂടിയിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. ഇനി തൊട്ട് ഓലക്കുടയായിരിക്കും ചൂട്. പോകുന്ന ഓരോ വഴിയിലും ഇതുപോലെ പറയുണ്ടാവും. അപ്പോൾ ഓരോ വഴിയിലും പറയെടുത്തതിന് ശേഷമാണ് പോവുക. ആറാട്ടുപുഴയിൽ നിന്ന് തൃപ്രയാർക്ക് 15 കിലോമീറ്ററോളാണ് വരുന്നത്. പക്ഷെ അതിൽ കൂടുതൽ നമ്മൾ നടക്കേണ്ടി വരും. കാരണം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിലൂടെ അല്ല പോണത്. പോകുന്ന വഴിയിലെല്ലാം ഈ കാണുന്നത് പോലെ തണ്ണിമത്തൻ, ജ്യൂസ്, പിന്നെ നാരങ്ങ വെള്ളം, മോര് വെള്ളം ഇതെല്ലാം കൊടുക്കുന്നുണ്ടായിരിക്കും. പണ്ട് കാലത്ത് സഞ്ചരിച്ചിരുന്ന അതേ വഴിയിലൂടെയാണ് തിരിച്ചു പോകുന്നത്. ഈ വഴിയിലെല്ലാം പറയുണ്ടായിരിക്കും. അപ്പോൾ പറയെടുത്തതിന് ശേഷമാണ് തിരിച്ചു പോവുക. അപ്പോൾ ആ വഴികളൊന്ന് കാണാം കേട്ടോ. ഈ കാണുന്നത് കുറുമ്പിലാവ് വെണ്ട്രശ്ശേരി ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ കഞ്ഞി കുടിച്ച് വിശ്രമിച്ചതിന് ശേഷം പിന്നെ യാത്ര തുടരുകയാണ് ചെയ്യുക. ഇവിടെ നിന്ന് പിന്നെ മെയിൻ റോഡാണ് വരുന്നത്. അപ്പോൾ അവിടെ നടക്കാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം മെയിൻ റോഡാണ്, നല്ല ചൂടുണ്ട്, പിന്നെ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആനയുടെ പിന്നാലെ നടന്നെങ്കിലും ആനയുടെ ഒപ്പം എത്താൻ പറ്റിയില്ല. അപ്പോൾ കോലം എടുത്ത് മാറ്റുന്നതൊന്നും കണ്ടില്ല കേട്ടോ. അമ്പലത്തിൻ്റെ കിഴക്കേ നടയിലെത്തിയതിന് ശേഷം കോലം തടമ്പും പള്ളിയോടത്തിലേക്ക് കയറ്റും. എന്നിട്ട് പുഴ കടന്നിട്ടാണ് അമ്പലത്തിലേക്ക് എത്തുക. അപ്പോൾ ആ കാഴ്ചകളാണ് ഇനി കാണുന്നത്.